കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്ര മണ്ഡലമാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. 10 പഞ്ചായത്തുകൾ ചേർന്നാണ് പേരാമ്പ്ര മണ്ഡലം. അതിൻ്റെ ടോട്ടൽ വോട്ട് പഞ്ചായത്തുകളിലെ ഈ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കിട്ടിയത് വോട്ട് അനുസരിച്ച് UDF ആണ് ചെറിയൊരു മാർജിന് ഫ്രണ്ടിലുള്ളത്. 74,000 വോട്ട്, 44% UDF പിടിച്ചിട്ടുണ്ട്. 40%, 66,000 വോട്ട് LDF പിടിച്ചിട്ടുണ്ട്. സ്വതന്ത്ര 16,000 വോട്ട്, BJP 11,000 വോട്ട്. UDF മെമ്പർമാരെ നോക്കി 89 UDF മെമ്പർമാരുള്ളപ്പോൾ LDFന് 70 മെമ്പർമാരാണുള്ളത്. 8 പേര് സ്വതന്ത്രമുണ്ട്, BJPക്ക് 1 ഉണ്ട്. പേരാമ്പ്രയുടെ ഹിസ്റ്ററിയും ഇപ്പോൾ ഉള്ള സ്ഥാനാർത്ഥികളെ നോക്കാം. 2011 LDFന്റെ ഒരു മണ്ഡലമായിരുന്നു, LDF ജയിച്ച മണ്ഡലമാണ്. 2016 അത് നിലനിർത്തി, LDF നിലനിർത്തുകയാണ് ചെയ്തത്. 2021 TP രാമകൃഷ്ണൻ അദ്ദേഹം നിലനിർത്തുകയാണ് ചെയ്തിട്ടുള്ളത്. LDF തീർച്ചയായും 3 ഇലക്ഷനുകളിലും LDF ആണ് ജയിച്ചിട്ടുള്ളത്. ഇപ്പോൾ 2026 അദ്ദേഹം തന്നെയാണ് മത്സരിക്കുന്നത്, TP രാമകൃഷ്ണൻ തന്നെയാണ് മത്സരിക്കുന്നത്. ലീഗ് ഒരു ലേഡിയാണ് മത്സരിക്കുന്നത്, ഫാത്തിമ തഹീലിയ ആണ് മത്സരിക്കുന്നത്. വളരെ റയറായിട്ടാണ് ലീഗ് ലേഡികളെ വനിതാ കാൻഡിഡേറ്റ് നിർത്തുക. BJP മോഹൻ മാസ്റ്ററാണ് മത്സരിക്കുന്നത്. കോഴിക്കോട് പേരാമ്പ്രയിൽ ഇപ്പോഴത്തെ സ്ഥിതി നമ്മൾ നോക്കുകയാണെങ്കിൽ ലോക്കൽ ബോഡിയിൽ 70,000 വോട്ടിനോളം ഫ്രണ്ട് വന്നിട്ടുണ്ട്. UDFന് 89 കൂടുതൽ മെമ്പർമാരുണ്ട്. അതുകൊണ്ട് തന്നെ UDFന് ഒരു ട്രെൻഡ് ഉണ്ടെന്ന് തന്നെ മനസ്സിലാക്കാം. അതുപോലെ LDFന് ഒരു ഭരണവിരുദ്ധ വികാരം അത് കൂടുതലാണ് അസംബ്ലി വരുമ്പോൾ. അതുകൊണ്ട് പേരാമ്പ്ര UDF എടുക്കുമെന്നാണ് ഞാൻ ആദ്യമായിട്ട് കുറേ വർഷങ്ങൾക്ക് ശേഷം 3 ടൈമിൽ എന്തായാലും LDFന്റെ ഇരുന്നത് മിക്കവാറും പേരാമ്പ്ര ഇത്തവണ UDF പിടിച്ചെടുക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.